അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് മരിച്ചത്. വീടിന്റെ പരിസരത്തെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലാണ്. വനമന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അവിടെ പങ്കെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഞാൻ ചാലക്കുടിയിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. അവിടെ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇത് ചെയ്യും. എനിക്കൊന്നേ പറയാനുള്ള മാധ്യമങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, ഒരാളുടെ കയ്യിലും ഇല്ല. ഇത് ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ്. ഇതിന് പരിഹാരം കാണുക എന്നുള്ളത് പരിഹാരം ഉണ്ടാകും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമുണ്ട് എന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ. പൊറുതിമുട്ട് ജനങ്ങൾ വയലൻ്റായി പ്രതികരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ് തരണം. അതിനകം മനുഷ്യസഹജമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു ഡസൻ പദ്ധതികളാണ് ഈ വന്യജീവാക്രമണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൽ നടപ്പിലാക്കിയത്. കുട്ടികൾ വെച്ച് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പ്രായോഗികമായില്ലെന്നാണോ ഈ നിരന്തര ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഈ ആട് പച്ചില കലിക്കുന്ന പോലല്ലോ ഇത് പോകേണ്ടത്. ഒരു വ്യക്തമായ പ്ലാനിങ്ങും ക്രിട്ടിക്കൽ ഏരിയാസിലെങ്കിലും ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഫലപ്രദമാകണം. എന്നാൽ 1-2 എണ്ണം അവർ ട്രയൽ ആൻഡ് എററായിട്ട് എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയതിൻ്റെ ശ്രദ്ധയിൽ വന്നു. അതൊരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വയനാട് ഇർളത്ത് ഒരു ട്രയൽ നടത്തി. അതിൻ്റെ റിപ്പോർട്ട്സ് ഈ ദിവസങ്ങളിൽ തന്നെ വന്നിരിക്കുന്നത് അത് ഇഫക്റ്റീവ് ആണെന്നാണ്, പക്ഷേ ഭയങ്കരമായ കോസ്റ്റ്ലിയാണ്. അന്നേരം തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇനിയും നമുക്ക് പരീക്ഷണങ്ങൾക്ക് സമയം അല്ല, അതിൻ്റെ ഘട്ടം കഴിഞ്ഞു. ഫേം ആക്ഷനിലേക്ക് പോകണം. അതാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആനയിൽ ഒതുങ്ങാം. അല്ല, അതൊക്കെ അതാത് വകുപ്പ് ബന്ധപ്പെട്ടവർ അടിച്ചു. നഷ്ടപരിഹാരം ഇപ്പോൾ 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ ഗഡു നൽകുന്നതായിരിക്കും. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇനിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, എവിടെ വെച്ച് സംഭവിച്ചാണ്. അതുകൊണ്ട് ആവശ്യമുള്ള പലപ്പോഴും ആദിവാസികൾക്ക് അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പല രേഖകൾ സമർപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലപ്പോഴും ഇത് കാലതാമസം വരുന്നു, കിട്ടാതെ പോകുന്നു, ആദ്യ ഗഡു കഴിഞ്ഞ് രണ്ടാമത്തെ കിട്ടാതെ പോകുന്നു. അതിനെല്ലാം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ മുൻകൈ എടുത്ത് ഒരു കൃത്യസമയത്തിനുള്ളിൽ അത് ചെയ്തു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ആക്രമണം വഴി മരണപ്പെടുന്നതോ ഇഞ്ചേർഡ് ആകുന്നതോ. അതിനാവശ്യമുള്ള രേഖകൾ തയ്യാറാക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്, അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനം.